ഇപ്പോഴൊരു വാർത്ത വന്നു. ഇറാനിൽ ഇരട്ട ബോംബ് സ്ഫോടനമുണ്ടായി 70 പേർ കൊല്ലപ്പെട്ടുവെന്ന് സൂചന. ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡ് കമാൻഡർ ഖാസിം സുലൈമാനിയുടെ ശവകുടീരത്തിന് സമീപത്താണ് ഈ സ്ഫോടനം നടന്നത്. 170ഓളം പേർക്ക് പരിക്കേറ്റുവെന്നും വരുന്നു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ? ഈ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 73 പേരുടെ മരണം ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ടെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരണസംഖ്യ ഇനിയും കൂടുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 171 പേർക്ക് ഗുരുതരമായിട്ടോ പരിക്കുകളോ ഏറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഖാസിം സുലൈമാനി ഇറാഖിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. അയത്തുള്ള ഖുമാനിക്ക് ശേഷം ഏറ്റവും സ്വാധീനം ഉണ്ടാക്കിയ ഒരു നേതാവാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയാണ് ഒരു ഡ്രോൺ ആക്രമണം വഴി ഭീകരവാദിയാണ് എന്ന നിലയിൽ അദ്ദേഹത്തിന് മുദ്രകുത്തുകയും വധിക്കുകയും ചെയ്തത്. ഇതിന്റെ 4ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങായിരുന്നു നടന്നത്. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന് സമീപത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ റോഡിന് അദ്ദേഹത്തിന്റെ ഈ ശവകുടീരത്തിന് സമീപമുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് മൃതശരീരങ്ങൾ അടക്കം ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നതാണ്. നിലവിൽ ഈ ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഇത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതെന്നാണ്. നടന്നത് ഭീകരാക്രമണമാണെന്ന് ഇറാൻ പറയുന്നു. ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് വന്നിരുന്നു. ഇസ്രായേലിനെ തുടച്ചു നീക്കും എന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് തലവൻ മേജർ ജനറൽ ഹുസൈൻ സലാമി മുന്നറിയിപ്പ് നൽകിയത്. അതിന് തുടർച്ചയായിട്ട് വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ ഉണ്ടാകും എന്ന ഭീതി ഈ മേഖലയിൽ നിലനിന്നിരുന്നു. അതിനെ ഏതാണ്ട് ശരിവെക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയാണ് ഇതിന് പിന്നിലെന്നാണ് ഫലത്തിൽ ഇറാൻ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ അത് സമാധാനത്തോടുകൂടി അടങ്ങിയിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നും ഇപ്പോൾ ഇറാൻ പറയുന്നുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് ഈ പരിക്കേറ്റവരെ ആശുപത്രികളിലൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മരണസംഖ്യയുടെ കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇതുവരെ 73 പേരുടെ മരണം സ്ഥിരീകരിക്കാം. ഓക്കെ, രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ടെലിഫോണിൽ വിവരങ്ങൾ നൽകിയത്. ഇറാനിൽ വൻ സ്ഫോടനമുണ്ടായി, 73 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.